ദൈവമെന്ന വലിയ യാഥാർത്ഥ്യത്തെ നമ്മുടെ ബുദ്ധി കൊണ്ട് ഉൾക്കൊള്ളാൻ ഒക്കുകയില്ല. സാധാരണ ഇംഗ്ലീഷിൽ പറയാറുണ്ട്, ഗോഡ് ഈസ് ഇൻകോംപ്രിഹെൻസിബിൾ. ദൈവത്തെ ഉൾക്കൊള്ളാനായിട്ടൊക്കുകയില്ല. വേദാന്തത്തിൽ 2-3 വാക്കുകളുണ്ട് ദൈവത്തെ സൂചിപ്പിക്കുന്നത്: കൂടസ്ഥ, നിത്യം, അവാച്യം, അവർണ്ണനീയം എന്നൊക്കെ. ഇതുകൊണ്ടെല്ലാം ഉദ്ദേശിക്കുന്നത് ഒന്ന് തന്നെയാണ്. ദൈവം എന്ന മഹാസത്യത്തെ, ആ മഹാസത്യത്തിൻ്റെ പൂർണ്ണതയിൽ ആർക്കും ഗ്രഹിക്കുവാനൊക്കെയില്ല. നമ്മുടെ ആരാധനകളിൽ പല സന്ദർഭങ്ങളിൽ ഈ ആശയം ആവർത്തിക്കുന്നുണ്ട്. വിവാഹ കുദാശയിൽ തന്നെ ആദ്യ മോതിരം വാഴുവിൻ്റെ ശുശ്രൂഷയിലാണ്, കിരീടം വാഴുവിൻ്റെ ശുശ്രൂഷയിലെ സദറായിൽ ഒരു പ്രയോഗമുണ്ട്: തൻ്റെ തത്വത്തെ ആരാഞ്ഞറിയുവാൻ കഴിയാതെ ഇരിക്കുകയും എന്നാൽ ആരാധിച്ചറിയാൻ കഴിയുകയും ചെയ്യുന്ന ദൈവിക സത്യത്തെ ആരാഞ്ഞറിയുക എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റലക്ച്വൽ എക്സസൈസ്. ഇൻ്റലക്ച്വൽ കോംപ്രിഹെൻഷൻ ഈസ് നോട്ട് പോസിബിൾ, whereas we can understand, we can know who is God through worship. ആരാധിച്ചറിയാതെ ദൈവത്തെ അറിയാൻ ഒക്കെയില്ല. അപ്പോൾ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ പൂർണ്ണതയിൽ വന്നാൽ ആർക്കാണ് നേരെ നിൽക്കാൻ സാധിക്കുക? അങ്ങനെയാണെങ്കിൽ ലോകത്തെ രക്ഷിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ ഏകപുത്രൻ അല്ലെങ്കിൽ തൃത്വത്തിലെ വചനം ജഡം ധരിച്ച് ആ സർവമഹത്വത്തോടും കൂടെ നമ്മുടെ മുമ്പിൽ നിന്നിരുന്നെങ്കിൽ ഈ ഭൂമി തന്നെ ചമ്പലാകാൻ ഇടയാകുമായിരുന്നു. ഈ ലോകം തന്നെ ഇല്ലാതാകുവാൻ സാധ്യതയുണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവത്വത്തോടുകൂടി അവൻ വന്നാൽ നേരെ നിൽക്കാൻ ആർക്കാണ് സാധിക്കുക? ആർക്കും സാധിക്കുകയില്ല. അതുകൊണ്ട് അടുത്ത വരി പറയുകയാണ്, നമ്മെ രക്ഷിച്ചിടാൻ അവന് ഹിതമായപ്പോൾ അവൻ എന്ത് സ്വീകരിച്ചു? മൃത്യു വരിച്ചു. അവൻ മരണത്തെ സ്വീകരിച്ചു. അപ്പോൾ എന്തിനാണ് കർത്താവ് കഷ്ടം ധരിച്ചത്? എന്തിനാണ് കർത്താവ് മരണം വരിച്ചത്? അതിൻ്റെ ഉത്തരം ഇതാണ്: ദൈവം തൻ്റെ തേജസ്സിൻ്റെ മഹത്വത്തോടുകൂടി സൃഷ്ടിയെ വീണ്ടെടുക്കുവാനായിട്ട്, രക്ഷിക്കുവാനായിട്ട് വന്നിരുന്നെങ്കിൽ സൃഷ്ടി തന്നെ ഇല്ലാതാകുമായിരുന്നു. കാരണം സൃഷ്ടിച്ചവനെ ഉൾക്കൊള്ളാനുള്ള ശക്തി ഈ സൃഷ്ടിക്കില്ല. പൗലോസ്ലീഹ ഇത് വളരെ ഭംഗിയായിട്ട് ഫിലിപ്പിയ ലേഖനത്തിൽ മറ്റൊരു രീതിയിൽ പറയുന്നുണ്ട്. എന്താണത്? പിതാവാം ദൈവത്തോടുള്ള തൻ്റെ മഹത്വം മുറുകെ പിടിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ദാസവേഷം പൂണ്ട് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി. ഇതാണ് മനുഷ്യാവതാരത്തെക്കുറിച്ചുള്ള പരിശുദ്ധനായ പൗലോസ്ലീഹായുടെ വ്യാഖ്യാനം. ദൈവത്തോടുള്ള മഹത്വം, അതായത് ദൈവിക തേജസ്സിൻ്റെ ആ പ്രഭ, അത് മുഴുവൻ സ്വീകരിച്ചുകൊണ്ട് ദൈവപുത്രന് ഈ മണ്ണിലേക്ക് വരാൻ ഒക്കെയില്ല. അതുകൊണ്ടാണ് മഹത്വത്തെ മുറുകെ പിടിക്കാതെ അവനെന്താ ചെയ്തത്? വേഷത്തിൽ മനുഷ്യനായി, അതും ദാസവേഷം പൂണ്ടു. കഴിഞ്ഞില്ല, കുരിശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. ചുരുക്കത്തിൽ, രക്ഷാകരവും ജീവൻ നൽകുന്നതുമായ കഷ്ടാനുഭവമേ സമാധാനത്തോടെ വരിക. രക്ഷാകരവും ജീവൻ നൽകുന്നതുമായ കഷ്ടാനുഭവമേ നീ വാഴ്ത്തപ്പെട്ടതാകുന്നു എന്ന് പിതാക്കന്മാർ എഴുതി തന്നിരിക്കുന്നത് വളരെ പ്രാർത്ഥനയുടെ ആത്മാവിലാണ്. അവരിത് തിരിച്ചറിഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് ദൈവം കഷ്ടതയ്ക്ക് ഒരുങ്ങിയത് എന്നുള്ളത്. ഈ ആശാഴ്ചയിലെ വേറെ ദിവസങ്ങളിലും ചില ഗീതങ്ങളിൽ ഇതേ ആശയം തന്നെ ആവർത്തിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പിതാക്കന്മാർ ഇത് ആവർത്തിക്കുന്നുണ്ട്. അയ്യോ, നീ കഷ്ടതയ്ക്ക് വന്നത്, കഷ്ടത സഹിക്കാൻ തയ്യാറായത് ഞങ്ങൾക്ക് വേണ്ടിയാണ്. ഇത് കേൾക്കുമ്പോൾ സാധാരണ വളരെ ഒരു സൂപ്പർഫിഷ്യലായിരിക്കുന്ന അർത്ഥമാണ് നമുക്ക് കിട്ടുന്നത്. ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് കഷ്ടം സഹിച്ചു എന്നുള്ള ഒരു പ്ലെയിൻ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. പക്ഷേ അതിന് കുറേ കൂടെ ആഴമുണ്ട്. നമ്മളെ രക്ഷിക്കാനായിട്ടാണ്. നമ്മളെ രക്ഷിക്കാൻ വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ടായിരുന്നു. അപ്പോൾ
ഞങ്ങളെ രക്ഷിക്കുവാനായിട്ട് കർത്താവ് കഷ്ടം സഹിച്ചു എന്ന് പറയുമ്പോൾ അതിൽ അന്തർലീനമായിരിക്കുന്ന വളരെ ഗഹനമായ ഒരാശയം, ഈ കഷ്ടപ്പാടിലൂടെ അല്ലാതെ ദൈവത്തിന് മനുഷ്യനെ അല്ലെങ്കിൽ സൃഷ്ടിയെ വീണ്ടെടുക്കാൻ സാധിക്കുമായിരുന്നില്ല. കാരണം ദൈവീക മഹത്വത്തിൻ്റെ പൂർണ്ണതയെ ഒരിക്കലും ഈ സൃഷ്ടിക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയുകയില്ല. നമുക്കറിയാം, ഈ ദേവാലയം വലിയ ദേവാലയമാണ്. എങ്കിൽ പോലും ഈ ദേവാലയത്തിൽ നിൽക്കാൻ അല്ലെങ്കിൽ ആരാധനയ്ക്ക് നിൽക്കുന്ന ആളുകളുടെ സംഖ്യയ്ക്ക് ഒരു കണക്കുണ്ട്. ചിലപ്പോൾ 1000 ആയിരിക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ കൂടുതലായിരിക്കാം. പിന്നെ എത്ര തിക്കായിട്ട് പാക്ഡ് ആയാലും ബാക്കിയുള്ളൊരു വെടിയിലേ നിൽക്കുകയുള്ളൂ. ഈ ദേവാലയത്തിന് ഇത്രയും ശക്തമായ തൂണുകളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ദേവാലയത്തിന് ഉൾക്കൊള്ളാൻ സാധ്യമല്ലാത്ത നിലയിൽ ആരാധനാ സമൂഹം എത്തിയാൽ ഇവിടെ നിൽക്കാൻ പറ്റുമോ? പറ്റുകയില്ല. അന്നേരമാണ് പന്തലിട്ട് കൊടുക്കുന്നത്. മറ്റിടങ്ങളിലൊക്കെ ആളുകൾ ആരാധിക്കുവാനായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഒരു ദേവാലയത്തിൻ്റെ കാര്യത്തിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ, സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെ മുഴുവൻ മെനഞ്ഞെടുത്ത ആ മഹോന്നതനെ, ആ സർവശക്തനെ ഉൾക്കൊള്ളാനായിട്ട് ഈ മണ്ണിന് കഴിയുമോ? ഈ ഭൂമിക്ക് സാധിക്കുമോ? ഈ സൃഷ്ടിക്ക് സാധിക്കുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് മനുഷ്യനെ രക്ഷിക്കുവാനായിട്ട്, സൃഷ്ടിയെ വീണ്ടെടുക്കുവാനായിട്ട് ദൈവം സ്വീകരിച്ച രീതിശാസ്ത്രമാണ്, ദൈവം സ്വീകരിച്ച മാർഗമാണ് കഷ്ടപ്പാട് എന്നത്. കഷ്ടത എന്ന് പറയുന്നതിന് ഇത്ര വലിയൊരു അർത്ഥതലമുണ്ടെന്ന് നമ്മളെല്ലാം അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ സാധാരണക്കാരായ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ തന്നെ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കണം. എന്താണത്? നമുക്കൊക്കെ കഷ്ടതകൾ ഏതെല്ലാം നിലയിലാണ്? പ്രതീക്ഷിക്കാത്ത സന്ദർഭത്തിലായിരിക്കും വളരെ ഗുരുതരമായ രോഗത്തിന് അടിമയാണ്, അല്ലെങ്കിൽ രോഗം പിടിപെട്ടു എന്നറിയുന്നത്. അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത നേരത്താണ് വലിയ നിലയിൽ ബിസിനസ്സൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ആൾ പെട്ടെന്ന് കടക്കാരനാകുന്നത്. അല്ലെങ്കിൽ വളരെ ഓമനിച്ച് വളർത്തിയ മക്കൾ പ്രതീക്ഷിക്കാതെ ഏതെങ്കിലും യോഗ്യമല്ലാത്ത പ്രവൃത്തികളിലേക്ക് പോയി. ഇങ്ങനെയൊക്കെയുള്ള ചെറുതും വലുതുമായിട്ടുള്ള നൊമ്പരങ്ങൾ, കഷ്ടപ്പാടുകൾ, കഷ്ടതകൾ ഇല്ലാത്തവരാരാണ് ലോകത്ത്? എല്ലാവർക്കും അവരവരുടേതായ കഷ്ടതകളുണ്ട്. എന്നെ സംബന്ധിച്ച് വീടോ കൂടോ ഉണ്ടാക്കുന്ന കഷ്ടപ്പാടുകളായിരിക്കണമെന്നില്ല. അല്ലാതെ എനിക്കും നേരിടേണ്ട കഷ്ടപ്പാടുകളുണ്ട്, കഷ്ടതകളുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഈ കഷ്ടപ്പാടുകളോട് എങ്ങനെയാണ് നമ്മളൊന്ന് പൊരുത്തപ്പെടുന്നത്? ഈ കഷ്ടതകളെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെ എന്ന ചോദ്യം, അത് വ്യക്തിതലത്തിൽ തുടങ്ങി സമൂഹത്തിലും എല്ലാ മേഖലയിലും പ്രസക്തമായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ടാണ് ഈ വാക്യത്തെ, ഈ ആശയത്തെ ഇത്തരത്തിലൊന്ന് കാണാനായിട്ട് ഞാൻ ആഗ്രഹിച്ചത്. ലോകത്തെ രക്ഷിക്കാനായിട്ട്, മനുഷ്യരാശിയെ വീണ്ടെടുക്കാനായിട്ട് ദൈവം കഷ്ടം സഹിച്ചുവെങ്കിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിലെ ചില വീണ്ടെടുപ്പുകൾക്കായിട്ട്, ചില നേട്ടങ്ങൾക്കായിട്ട്, ആത്യന്തികമായ നേട്ടങ്ങൾക്കായിട്ട് ചില കഷ്ടതകളെ സമാധാനത്തോടെ വരിക എന്ന് സ്വാഗതം ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ടാവണം. അതുകൊണ്ട് എപ്പോഴും ശ്രമിക്കേണ്ടത് എന്താണ്? നമ്മുടെ കഷ്ടപ്പാടുകളെ ക്രിസ്തുവേശുവിൻ്റെ കഷ്ടപ്പാടുകളുമായിട്ട് ചേർത്ത് ചിന്തിക്കുക. പിതാക്കന്മാരൊക്കെ അവരുടെ ലേഖനങ്ങളിലും എഴുത്തുകളിലും പറയുന്ന ഒരാശയമാണ്. നമ്മുടെ കഷ്ടപ്പാടുകളെ കർത്താവിൻ്റെ കഷ്ടപ്പാടുകളുമായിട്ട് ചേർത്ത് ചിന്തിക്കുക. 11-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന റിച്ചാർഡ് റോളെ എന്ന് പറയുന്ന ഒരു ആംഗലേയ മിസ്റ്റിക് കവി, ശ്രദ്ധേയനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ കഷ്ടതകളെ വർണ്ണിക്കുന്ന കുറേ പോയംസ് ഉണ്ട് ഇംഗ്ലീഷിൽ. അതിൽ ഒരു ഭാഗത്തുള്ളത് ഞാനത് വായിച്ചിട്ടുണ്ട്, എനിക്ക് വളരെ ഇഷ്ടം തോന്നിയ ഒന്ന്. പ്രഭോ, മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ, പ്രഭോ, നിൻ്റെ മുറിവേറ്റ ശരീരത്തിലെ രക്തത്തുള്ളികളും
അതിൽ നിന്ന് ഇറ്റിറ്റുകൊണ്ടിരിക്കുന്ന വീണുകൊണ്ടിരിക്കുന്ന രക്തത്തുള്ളികളും മുറിവുകളും കാണുമ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ കാണുന്നത് ആകാശത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന നക്ഷത്രങ്ങളെയാണ്. അത്ര നല്ല ഒരു ചിന്തയാണ്. നിൻ്റെ ശരീരത്തിലെ മുറിവുകളും അതിലെ രക്തത്തുള്ളികളും കാണുമ്പോൾ ഞാൻ കാണുന്നത് ആകാശത്തിലെ നക്ഷത്രങ്ങളെയാണ്. ആകാശവിതാനം ഇരുളായി കിടന്നാൽ ഒരു കറുത്ത കരിമ്പടം പോലെ നമുക്ക് തോന്നുകയുള്ളൂ. പക്ഷേ അവിടെയായിട്ട് മിന്നിത്തിളങ്ങുന്ന താരകങ്ങളുണ്ടെങ്കിലോ അതിൻ്റെ സൗന്ദര്യം ഒന്ന് വേറെയാണ്. ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സൗന്ദര്യം ദർശിക്കേണ്ടത് കാൽവറി ക്രൂശിൽ അവൻ നഗ്നനായി രക്തത്തുള്ളികൾ വീണ് കിടന്നപ്പോഴാണ് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. Where we can see the beauty of Christ, my answer is only on the cross. യേശുവിൻ്റെ സൗന്ദര്യത്തെ എവിടെ കാണാൻ സാധിക്കും? കാൽവറിയുടെ മുകളിലെ ആ കുരിശിൽ മുൾക്കിരീടവും ധരിച്ച് അവൻ്റെ ശരീരത്തിൽ അനേകം മുറിപ്പാടുകൾ ഏറ്റുകൊണ്ട് രക്തത്തുള്ളികൾ അങ്ങനെ അടർന്നു വീഴുന്ന നേരത്താണ് അവൻ ഏറ്റവും പ്രകാശമുള്ളവനായിരുന്നത്. അതുകൊണ്ടാണ് സൂര്യൻ നിഷ്പ്രഭമായത്, ചന്ദ്രൻ ഇല്ലാതെ പോയത്. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ വേറെ വ്യാഖ്യാനങ്ങളുണ്ട്. സൂര്യൻ തൻ്റെ കിരണങ്ങളെ പിൻവലിച്ചു, ചന്ദ്രൻ്റെ രക്തനിറം ഉണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ എൻ്റെ എളിയ ചിന്ത, 1000 സൂര്യഗോളങ്ങളെക്കാൾ ശോഭയോടെ ജ്വലിച്ചു നിൽക്കുന്നൊരു മഹാനക്ഷത്രം കാൽവറിയുടെ ക്രൂശിൽ കിടക്കുമ്പോൾ എവിടെയാണ് സൂര്യൻ? എവിടെയാണ് നക്ഷത്രങ്ങൾ? എവിടെയാണ് ചന്ദ്രൻ? അവയെല്ലാം മിന്നാമിനിങ്ങിനേക്കാൾ ചെറുതായി, മിന്നാമിനിങ്ങിനേക്കാൾ ചെറുതായി. നട്ടുച്ചയ്ക്ക് സൂര്യഗോളം ജ്വലിച്ച് പ്രകാശിക്കുന്ന നേരത്ത് ഒരു മിന്നാമിനിങ്ങിനെ ആർക്കും കാണാൻ ഒക്കുകയില്ല. ഇരുട്ടിലെ മിന്നാമിനിങ്ങിന് പ്രസക്തിയുള്ളൂ. സാക്ഷാൽ കാൽവറിയിൽ കണ്ടതും അതുതന്നെയാണ്. കാൽവറിയുടെ ഉയരങ്ങളിൽ അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന നക്ഷത്രം പോലെ പ്രകാശപൂർണനായിരുന്നപ്പോൾ സൂര്യനൊന്നുമില്ലാതായി, ചന്ദ്രനൊന്നുമില്ലാതായി. അവൻ്റെ സൗന്ദര്യം, അവൻ്റെ സൗരഭ്യം, അവൻ്റെ പ്രകാശത്തിൻ്റെ തീവ്രത ഉൾക്കൊള്ളാനാകാത്തതുകൊണ്ട് ഇരുട്ടായി നമുക്ക് എന്ന് പടയാളികൾക്കും മറ്റുള്ളവർക്കും തോന്നി. ഒരു കൊച്ചുദാഹരണം, നട്ടുച്ചയ്ക്ക് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക, കത്തിജ്വലിക്കുന്ന സൂര്യനെ ഒന്ന് നോക്കുക, കണ്ണ് പെട്ടെന്ന് അടയും, കണ്ണിൽ ഇരുട്ടായിരിക്കും. ജ്വലിച്ച് പ്രകാശിക്കുന്ന ഏതിനെയും കാണുമ്പോൾ നമ്മുടെ കണ്ണുകളിൽ അന്ധകാരമായിരിക്കും. അതുകൊണ്ടാണ് 6 മണി മുതൽ 9 മണി വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി എന്ന് പറയുമ്പോൾ ദേശം ദുഃഖിച്ച്, സൂര്യൻ ദുഃഖിച്ചു, കണ്ണടച്ചു, ഇരുട്ടായി എന്നല്ല കാണേണ്ടത്. മറിച്ച് ആ കാൽവറിയുടെ ഉയരങ്ങളിൽ കുരിശിൽ പ്രകാശത്തിൻ്റെ മഹോത്സവം നടക്കുകയാണ്. ആ മഹോത്സവത്തിൽ മറ്റെല്ലാ വെളിച്ചങ്ങളും നിഷ്പ്രഭങ്ങളായി എന്നതാണ് യാഥാർത്ഥ്യം. ഇത് തിരിച്ചറിഞ്ഞ ഭക്തനായ ഒരു കവി പാടി, നിൻമുറിവുകളിൽ നിന്നേറ്റേൻ മൂറോൻ മണമെൻ നാഥ. എത്ര ഭംഗിയത്! നിന്റെ മുറിവുകളിൽ നിന്ന് മൂറോൻ തൈലം ഒഴുകിയിറങ്ങുന്നത് ഞാൻ കണ്ടു. നിന്റെ മുറിവുകളിൽ നിന്ന് സൗരഭ്യമേറിയ മൂറോൻ തൈലം ഒഴുകിയിറങ്ങുന്നത് ഞാൻ കണ്ടു. വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ടേ ക്രിസ്തുവിൻ്റെ മുറിവുകളെ കാണാൻ സാധിക്കൂ. വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ടേ വ്യക്തി ജീവിതത്തിലെ മുറിവുകളെ കാണാൻ ശ്രമിക്കാവൂ. വിശ്വാസത്തിൻ്റെ കണ്ണുകളാണ് നമുക്ക് വേണ്ടത് നമ്മുടെ മുറിവുകളെ കാണുവാൻ. വിശ്വാസത്തിൻ്റെ കണ്ണുകളാണ് നമുക്ക് വേണ്ടത് നമ്മുടെ കഷ്ടതകളെ വീക്ഷിക്കുവാൻ. അപ്പോഴാണ് തിരിച്ചറിയാൻ സാധിക്കുന്നത്, ദൈവത്വത്തോടുടയോൻ വന്നാൽ നേരെ നിൽക്കാൻ ആരാളാവൂ? ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ പൂർണ്ണതയിൽ വന്നിരുന്നെങ്കിൽ അവൻ്റെ നേരെ നിൽക്കുവാൻ ആർക്കും സാധിക്കുകയില്ല.
അതുകൊണ്ട് നമ്മെ രക്ഷിച്ചിടാൻ അവൻ മൃത്യു വരിച്ചു. നമ്മെ രക്ഷിക്കാനായിട്ട് അവൻ കഷ്ടത സ്വീകരിച്ചു. അതുകൊണ്ടാണ് പിതാക്കന്മാർ എഴുതിയത്, ജീവൻ നൽകുന്ന രക്ഷാകരമായ കഷ്ടാനുഭവമേ. കഷ്ടാനുഭവത്തിൻ്റെ അഡ്ജക്റ്റീവ് അതാണ്. ജീവൻ നൽകുന്ന രക്ഷാകരമായ കഷ്ടാനുഭവമേ, സമാധാനത്തോടെ വരിക, ഞങ്ങൾ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നിന്റെ കഷ്ടതയാണ്, അല്ലെങ്കിൽ നിന്നിലൂടെയാണ് ഉടയോൻ ഞങ്ങളെ അടുക്കിലേക്ക് വരുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്ദർശനകാലത്ത് കഷ്ടതയെന്ന ഒരു ആവരണം, അല്ലെങ്കിൽ കഷ്ടതയെന്ന ഒരു പ്രതലം നമുക്ക് ചുറ്റും ഉണ്ടാവും എന്നത് സത്യം. ജീവിതത്തിലെ കഷ്ടപ്പാടുകളെ അങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളോട് ചേർത്ത് വയ്ക്കേണ്ടത്. ഇത് തിരിച്ചറിഞ്ഞ ഈ ഭക്തൻ പാടുകയാണ് ആദ്യത്തെ രണ്ട് ഞാൻ ആദ്യം പാടിയത് അവസാനത്തെ സ്റ്റാൻസായ. ആദ്യത്തെ സ്റ്റാൻസ, നിൻഹാശായെ വർണ്ണിച്ചിടാൻ എൻ വീണയ്ക്കേകണം രാഗം. എത്ര നല്ല കാവ്യ ഭാവനയുള്ള ഒരു സ്റ്റാൻസയാണ്. എൻ്റെ ജീവിതമാകുന്ന ഈ വീണയ്ക്ക് നീ ഒരു രാഗം തരണം. വാദ്യോപകരണങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളവർ ഉപയോഗിക്കുന്നവരും ഒക്കെ നിങ്ങളിൽ ചിലരെങ്കിലും കണ്ടേക്കാം. നമുക്ക് വെറുതെ എടുത്തിട്ട് ഒരു ഗിറ്റാറോ അല്ലെങ്കിൽ ഒരു വയലിനോ അല്ലെങ്കിൽ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് വെറുതെ എടുത്ത് ഒന്നും ചെയ്യാനൊക്കുകയില്ല. ഒന്നും അറിയാത്തവരെ കൊണ്ട് പറ്റും, എന്തെങ്കിലുമൊക്കെ തട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ അത് ശരിയായി വിനിയോഗിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു രാഗത്തെക്കുറിച്ച് ബോധ്യമുണ്ടാവണം. കർണാടക സംഗീതത്തിലാണെങ്കിൽ ഒന്നുകിൽ സിന്ധു ഭൈരവി, അല്ലെങ്കിൽ കല്യാണി, അല്ലെങ്കിൽ മായാമാളവ ഗൗളം, അല്ലെങ്കിൽ മോഹനം, ഇങ്ങനെ ഒരുപാട് രാഗങ്ങളുണ്ട്. ജന്യരാഗങ്ങളും അതുപോലെ തന്നെ മേലകർത്ത രാഗങ്ങളും എന്നൊക്കെ ക്ലാസിഫൈ ചെയ്ത് നൂറുകണക്കിന് രാഗങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു രാഗം അറിയാവുന്നവനെ കൊണ്ടേ ഒരു വീണ മീട്ടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അർത്ഥവത്തായിട്ട് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് കൈകാര്യം ചെയ്യണമെങ്കിൽ രാഗബോധമുണ്ടാവണം. അതുകൊണ്ടാണ് ഈ ഭക്തൻ പറയുന്നത്, നിൻഹാശായെ വർണ്ണിച്ചിടാൻ എൻ വീണയ്ക്കേകണം രാഗം. നിന്റെ കഷ്ടതയെ വർണ്ണിക്കാൻ ഈ വീണയ്ക്ക് നീ ഒരു രാഗം തരണം. എന്താണ്ട് ഇതിനോട് അടുത്ത് വരുന്ന ഒരു പാട്ടുപാടിയ ആളാണ് രബീന്ദ്രനാഥ ടാഗോർ. ഗീതാഞ്ജലി വായിച്ചിട്ടുള്ളവർക്ക്, എപ്പോഴെങ്കിലും വായിച്ചിട്ടുള്ളവർ ശ്രദ്ധിച്ചു കാണുമായിരിക്കും. പ്രഭോ, ഈ മുളന്തണ്ടിന് ഇത്ര നല്ല സൗന്ദര്യമുള്ള സംഗീതം നീ എനിക്ക് തന്നുവല്ലോ. തന്നെ കവി ഒരു മുളന്തണ്ടായിട്ട്, ഒരു ഓടക്കുഴലായിട്ട് കാണുകയാണ്. ആ ഓടക്കുഴലിലൂടെ ഞാൻ ആലപിക്കുന്നത് നിന്റെ സംഗീതമാണല്ലോ എന്ന് അദ്ദേഹം പാടുന്നുണ്ട്. ഇതിനടുത്ത് വരുന്ന ചിന്തയാണ്. അപ്പോൾ എൻ്റെ ജീവിതമാകുന്ന വീണയ്ക്ക് നീയൊരു രാഗം തരണം. ഏതാണ് ആ രാഗം? ആ രാഗത്തിൻ്റെ പേര് കഷ്ടതയെന്നാണ്. കഷ്ടപ്പാടെന്ന് പറയുന്ന രാഗമാണ് ഒരു വിശ്വാസിക്ക് തൻ്റെ ജീവിതമാകുന്ന വീണയെ മീട്ടുവാൻ വേണ്ടിയിരിക്കുന്നത്. ഇത് ലിറ്ററലായിട്ട് സംഭവിച്ചിട്ടുണ്ട് അനേക ഭക്തരുടെ ജീവിതത്തിൽ. നമ്മൾ ഒക്കെ പാടുന്ന പഴയ ക്രിസ്തീയ കീർത്തനങ്ങളും ക്രിസ്തീയ ഗാനങ്ങളും ഒക്കെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കുമ്പോൾ അതെല്ലാം തന്നെ കഷ്ടതയാകുന്ന രാഗം കൊണ്ട് എഴുതിയതാണെന്നറിയാം. എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ സാധു ഞാനീ ക്ഷോണി തന്നിൽ എന്ന് സാധു കുച്ചോഞ്ഞുപദേശിയുടെ വളരെ ഹൃദയസ്പൃക്കായ ആ ഗീതത്തെക്കുറിച്ച് നമുക്കൊക്കെ അറിയാം. അദ്ദേഹത്തിൻ്റെ മകൻ മരിച്ചു കിടക്കുന്ന നേരത്താണ് അദ്ദേഹം അത് പാടിയത്. അതല്ലാതെ ഏതെങ്കിലും വാദ്യോപകരണം വെച്ചിട്ട് താളം പിടിച്ചിട്ടൊന്നും അല്ല. മറിച്ച് കഷ്ടതയാകുന്ന രാഗത്തെ തൻ്റെ ജീവിതമാകുന്ന വീണ കൊണ്ട് അദ്ദേഹത്തിന് മീട്ടുവാനായിട്ട് സാധിച്ചതുകൊണ്ടാണ്. ഇതുപോലെ ഒരുപാടുണ്ട്.
നമുക്കൊക്കെ അറിയാവുന്ന പറ്റും. നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ, അറിയാമേത്തവരാരും കാണുകയില്ല. ഇതെല്ലാം എഴുതപ്പെട്ടിട്ടുള്ളത് കഷ്ടതയുടെ നടുവിലൂടെ കടന്നുപോയ സന്ദർഭത്തിലാണ്. കഷ്ടതയെ അവർ രാഗമായിട്ട് സ്വീകരിച്ചപ്പോൾ അവിടെ ഉയർന്നു സംഗീതം. സംഗീതം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സമഗ്രമായ ഗീതമെന്നാണ്. എന്താണ് ഈ സമഗ്രമാകേണ്ടത്? സമഗ്രമായ ഗീതമാണത്. ആ സമഗ്രതയിൽ ജീവിതത്തിൻ്റെ സകലതും സമഗ്രമാകണം. ജീവിതത്തിൻ്റെ സകലവും സമഗ്രമാകുന്ന രംഗം ദുഃഖത്തിൻ്റെ സന്ദർഭത്തിലേ ഉള്ളൂ. നിങ്ങൾ എത്ര കണ്ട് സന്തോഷിക്കുന്നോ അപ്പോഴൊന്നും നിങ്ങളുടെ ജീവിതത്തിന് സമഗ്രതയില്ല. അപ്പോഴും നിങ്ങൾക്ക് അവിടെ ഏതോ നഷ്ടബോധമുണ്ട്. പക്ഷേ ദുഃഖമെന്ന ഭാവത്തിൽ ഒരു സമഗ്രതയുണ്ട്. അതുകൊണ്ടാണ് സംഗീതം സമഗ്രഗീതമാകുന്നത്. സമഗ്രഗീതമാകണമെങ്കിൽ ആ ഗീതത്തിന് സംഗീതം വേണം. അത് കഷ്ടത എന്ന രാഗമാണ്. നിൻഹാശായെ വർണ്ണിച്ചിടാൻ എൻ വീണയ്ക്കേകണം രാഗം. എൻ്റെ ജീവിതമാകുന്ന ഈ വീണയ്ക്ക് നീ ഒരു രാഗം തരണം. ആ രാഗത്തിൻ്റെ പേരാണ് കഷ്ടത. പിതാക്കന്മാർ അതുകൊണ്ട് പാടി, രക്ഷാകരവും ജീവൻ നൽകുന്നതുമായ കഷ്ടാനുഭവമേ സമാധാനത്തോടെ വരിക. ഒന്നാം സ്റ്റാൻസയുടെ അടുത്ത വരികളും വളരെ അർത്ഥമുള്ളതാണ്. പീഡാവയലിൽ ഞാൻ കൊയ്യുന്നോരനുഭാവമെന്നിൽ മാഞ്ഞിടല്ലേ. എന്തോ ഒരർത്ഥം അതിന്. പീഡാവയൽ, നമുക്ക് ഗോതമ്പ് വയൽ അറിയാം, കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ദേശത്തായതുകൊണ്ട് നെൽപ്പാടങ്ങൾ ധാരാളം നമ്മൾ കാണുന്നതാണ്. നെൽവയലുകൾ അറിയാം, നെല്ല് കൊയ്യുന്നതിനെക്കുറിച്ച് നമുക്കറിയാം. പക്ഷേ വേറൊരു വയലിനെക്കുറിച്ച് ഇവിടെ പറയുന്നു. ഏതാണത്? പീഠാവയൽ. നെല്ലും ഗോതമ്പൊന്നുമല്ല, പീഠാവയൽ. എന്താണ് ഈ കവി പാടുന്നത്? പീഠാവയലിൽ നിന്ന് കൊയ്യുന്ന അനുഭവം ഒരിക്കലും നിന്നു പോകരുതേ. എനിക്കറിഞ്ഞുകൂടാ എങ്ങനെയാണ് ഈ ഭക്തൻ ഇത്രയും പാടിയതെന്ന്. എൻ്റെ ജീവിതത്തിലെ പീഠാവയൽ, കഷ്ടതകളുടെ വയൽ, അതിൽ കതിരുകൾ ഉണ്ടാവട്ടെ, അത് പാകമാകട്ടെ, അത് കൊയ്ത് കറ്റകളാക്കുന്ന അനുഭവം ഒരിക്കലും ഇല്ലാതെ ഇരിക്കട്ടെ, ഇല്ലാതെ പോകരുതേ. ആർക്കാണ് ഇങ്ങനെ പാടാൻ സാധിക്കുന്നത്? ഒരു ചെറിയ തലവേദന വരുമ്പോൾ, ഒരു ചെറിയ ദുഃഖമുണ്ടാകുമ്പോൾ, ഒരു ചെറിയ കഷ്ടത ഉണ്ടാകുമ്പോൾ എത്രയും വേഗം അത് മാഞ്ഞു പോകണം, അത് നീങ്ങിപ്പോകണം എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ഞാൻ ഉൾപ്പെടെ, നമ്മൾ അനേക ആളുകൾ. എന്നാൽ ഇവിടെ ഒരുവൻ, ഈ ഭക്തൻ പാടുകയാണ്, പീഠാവയലിൽ നിന്ന് ഞാൻ കൊയ്യുന്ന അനുഭവം ഒരിക്കലും മാഞ്ഞു പോകരുത് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? എൻ്റെ ജീവിതാന്ത്യം വരെ പ്രഭോ ഈ പീഠാവയലിൽ നിന്ന് എനിക്ക് കറ്റ കൊയ്ത് കെട്ടുവാൻ സാധിക്കണം. ജീവിതത്തിൻ്റെ ദുഃഖങ്ങളെയും മുറിവുകളെയും വേദനകളെയും ക്രിസ്തുവേശുവിൻ്റെ കഷ്ടതകളോട് ചേർത്ത് വയ്ക്കുന്നവർക്ക് മാത്രമാണ് ഇങ്ങനെ പാടാൻ സാധിക്കുന്നത്. കാരണം എന്താണ്? ക്രിസ്തുവിൻ്റെ സൗന്ദര്യത്തിൻ്റെ പൂർണ്ണത നമ്മൾ കാണുന്നത് പുൽക്കൂട്ടിലല്ല. ക്രിസ്തുവിൻ്റെ സൗന്ദര്യത്തിൻ്റെ മഹത്വം കാണുന്നത് വെള്ളം വീഞ്ഞാക്കിയപ്പോഴല്ല. ക്രിസ്തുവിൻ്റെ സൗന്ദര്യം പൂർണ്ണമാകുന്നത് മരിച്ചവന് ജീവൻ കൊടുത്തപ്പോഴല്ല. ക്രിസ്തുവിൻ്റെ സൗന്ദര്യത്തിൻ്റെ ശ്രേഷ്ഠത കാണുന്നത് ആയിരങ്ങൾക്ക് അപ്പം കൊടുത്തത് കൊണ്ടല്ല. ക്രിസ്തുവിൻ്റെ സൗന്ദര്യത്തിൻ്റെ ശ്രേഷ്ഠത, പൂർണ്ണത അത് കാണുന്നത് കാൽവറി കുന്നിലെ ആ കുരിശിൽ ശിരസിൽ മുൾക്കിരീടവുമേന്തി മുഖത്തു നിന്നും ശരീരത്തിൽ നിന്നും ഇറ്റിറ്റു വീഴുന്ന രക്തത്തുള്ളികൾ കാണുമ്പോഴാണ്. അതുകൊണ്ടാണ് ആ കഷ്ടപ്പാടിനെ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള രക്ഷാകരമായ കഷ്ടപ്പാടായിട്ട് മനുഷ്യനോടുള്ള അടങ്ങാത്ത സ്നേഹം കൊണ്ട് അവൻ്റെ അടുക്കിലേക്ക് വരുവാൻ ആഗ്രഹിച്ച ദൈവത്തിൻ്റെ പൂർണ്ണത അവിടെയാണെന്ന് ഞാൻ പറയുന്നത്. ദൈവത്വത്തിൻ്റെ പൂർണ്ണത കാണുന്നത്
കുടത്തിലല്ല, നിറവിലല്ല, മറിച്ച് കാൽവറിയുടെ ഉയരങ്ങളിലാണ്. അതുകൊണ്ട് അത് തിരിച്ചറിഞ്ഞ ഈ ഭക്തനും പാടുകയാണ്, എൻ്റെ കഷ്ടതയാകുന്ന വയലിൽ നിന്ന് ഞാൻ കൊയ്യുന്ന അനുഭവം, കറ്റ കെട്ടിയെടുക്കുന്ന അനുഭവം ഒരു നാളും മാഞ്ഞു പോകരുതേ. ചുരുക്കത്തിൽ ഈ ആദ്യത്തെ സ്റ്റാൻസായിൽ 2 ആവശ്യങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. എൻ്റെ ജീവിതമാകുന്ന വീണ കൊണ്ട് നിൻ്റെ കഷ്ടതയെ വർണ്ണിക്കാൻ നീ എനിക്കൊരു രാഗം തരണം. ആ രാഗമേതാണ്? കഷ്ടതയെന്ന രാഗം. രണ്ടാമത് പറയുന്നു, പീഡാവയലിൽ ഞാൻ കൊയ്യുന്ന അനുഭവം ഒരു നാളും എന്നിൽ നിന്ന് മാഞ്ഞു പോകരുതേ. അടുത്ത സ്റ്റാൻസ കൂടി പാടിയിട്ട് ഞാൻ നിർത്താം. ഉന്നതനാകും ദൈവസുധൻ്റെ വധവൃത്താന്തം പീഡാപൂർണം സ്നേഹിപ്പോർത്തൻ രക്ഷാലക്ഷ്യം. സ്നേഹിക്കുന്നവർക്ക് കർത്താവിൻ്റെ കഷ്ടപ്പാടുകൾ രക്ഷയുടെ തുറമുഖമാണ്. അതാണ് ആ സ്റ്റാൻസയുടെ അർത്ഥം. ഉന്നതനാകും ദൈവസുധൻ്റെ വധവൃത്താന്തം സ്നേഹിപ്പോർത്തൻ രക്ഷാലക്ഷ്യം. രക്ഷയുടെ തുറമുഖത്തേക്കുള്ള യാത്രയാണല്ലോ. നമ്മളൊക്കെ പാടുന്നൊരു പാട്ടാണല്ലോ അത്. അക്കരയ്ക്ക് യാത്ര ചെയ്യും എന്നൊരു പാട്ടുണ്ട് അല്ലേ? ശുദ്ധ പളുങ്കിൻ തീരെ എന്ന് നമ്മൾ പാടുന്നുണ്ട്. പക്ഷേ ഈ ശുദ്ധ പളുങ്കിൻ തീരത്ത് അക്കരയ്ക്ക് ഒക്കെ എത്തിച്ചേരുന്നത്, ഈ ശുദ്ധ പളുങ്കിൻ തീരത്ത് 1000 അല്ലെങ്കിൽ വലിയ പളുങ്ക് കൊട്ടാരമുണ്ടെന്നുള്ള ധാരണയോടെ ആകരുത്. മറിച്ച് ഒരു വിശ്വാസിയുടെ യഥാർത്ഥ രക്ഷാ തുറമുഖം അവൻ്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളാണ്. കഷ്ടതയിലൂടെയാണ് യാത്ര ചെയ്യേണ്ടത്. എത്തിച്ചേരേണ്ടത് എവിടെയാണ്? കഷ്ടതയുടെ തുറമുഖത്ത് തന്നെ. അതാണ് ആ വരിയിൽ എടുത്തു പാടുന്ന സംഗതി. ഉന്നതനാകും ദൈവസുതൻ്റെ വധവൃത്താന്തം പീഡാപൂർണം. പീഡയില്ലാതെ അല്ല, പീഡയോടുകൂടി, പീഡാപൂർണം, കഷ്ടതയോടുകൂടി, കഷ്ടത ഒഴിവാക്കിക്കൊണ്ടല്ല. അങ്ങനെ കഷ്ടതയോടുകൂടി യാത്ര ചെയ്താൽ എത്തിച്ചേരുന്നൊരു തുറമുഖമുണ്ട്, രക്ഷാ തുറമുഖം. അത് കഷ്ടതയാണ്. എത്ര മനോഹരമായിട്ടാണ് ഈ ഹാഷായുടെ ആദ്യത്തെ ബോത്തേത് ഹാഷോയിൽ ഈ ഭക്തനായ ഈ കവി കഷ്ടതയെ വർണ്ണിച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. സർവശക്തനായ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ പൂർണ്ണതയിൽ നമ്മുടെ അടുക്കിലേക്ക് വന്നിരുന്നെങ്കിൽ നേരെ നിൽക്കാൻ നമുക്ക് ആർക്കും കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് നമ്മുടെ രക്ഷയെ പ്രതി അവൻ കഷ്ടത സ്വീകരിച്ചു. അതുകൊണ്ട് പിതാക്കന്മാർ ആവർത്തിച്ച് പറയുന്നു, രക്ഷാകരവും ജീവൻ നൽകുന്നതുമായ കഷ്ടാനുഭവമേ സമാധാനത്തോടെ വരിക. സർവശക്തനായ ദൈവത്തിൻ്റെ സൗന്ദര്യത്തെ കാണേണ്ടത് അടയാളങ്ങളിലും അത്ഭുതങ്ങളിലുമല്ല, പ്രത്യുത കാൽവറിയിൽ കുന്നിൽ ഉയർന്നു നിൽക്കുന്ന കുരിശിൽ മുൾക്കിരീടവും പേറി ശരീരത്തിൽ നിന്ന് രക്തത്തുള്ളികൾ ഇറ്റിറ്റ് വീഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ആ ദൈവപുത്രനെ കാണുമ്പോഴാണ്. അവിടെയാണ് അവൻ്റെ സൗന്ദര്യത്തിൻ്റെ മഹത്വം, പൂർണ്ണത. വീണ്ടും സർവശക്തനായ ദൈവത്തിൻ്റെ പ്രകാശം മുഴുവൻ ആഘോഷിക്കുന്നത് കാൽവറിയിലെ കുരിശിലാണ്. കാൽവറിയിലെ കുരിശിൽ ആ നക്ഷത്രം കത്തിജ്വലിച്ചപ്പോൾ സൂര്യനും ചന്ദ്രനും മറ്റ് നക്ഷത്രങ്ങളും നിഷ്പ്രഭങ്ങളായി എന്ന് നാം കാണുന്നു. ഇത് തിരിച്ചറിഞ്ഞ ഭക്തൻ തൻ്റെ ആവശ്യങ്ങൾ ഓരോന്നായിട്ട് ഉന്നയിക്കുകയാണ്. ആദ്യത്തെ ആവശ്യം എന്താണ്? എൻ്റെ ജീവിതമാകുന്ന ഈ വീണ ഒന്ന് മീട്ടുവാനായിട്ട് ഒരു രാഗം നീ എനിക്ക് തരണം. ആ രാഗത്തിന് അദ്ദേഹം കൊടുക്കുന്ന പേരാണ് കഷ്ടത. കഷ്ടതയെ രാഗമായി സ്വീകരിച്ച് ജീവിതത്തെ മീട്ടുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. വീണ്ടും അദ്ദേഹം ചോദിക്കുന്നു, ഈ കഷ്ടതയാകുന്ന വയലിൽ നിന്ന് ഞാൻ കൊയ്തെടുക്കുന്ന കറ്റയുടെ കെട്ടുകൾ
ഒരിക്കലും മുടങ്ങിപ്പോകരുത്. അതായത് ജീവിതാന്ത്യം വരെ കഷ്ടത എൻ്റെ തുണയാളിയായിരിക്കണം എന്ന ആഗ്രഹം അദ്ദേഹം പറയുകയാണ്. ഒടുവിൽ പറയുന്നു, രക്ഷയുടെ തുറമുഖത്ത് ഞാൻ എത്തിച്ചേരുവാനായിട്ട് കഷ്ടതയിലൂടെ നീ എന്നെ യാത്രയാക്കണമേ. കഷ്ടത എന്ന് പറയുന്ന ആ കൊച്ചു വള്ളത്തിലൂടെ യാത്ര ചെയ്തുവെങ്കിലേ രക്ഷാതുറമുഖത്ത് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ഹശാഴ്ചയുടെ ആദ്യ സന്ധ്യയിൽ രക്ഷാകരമായ ജീവൻ നൽകുന്ന കഷ്ടാനുഭവത്തെ നാം സ്വാഗതം ചെയ്തു. അതിൻ്റെ കാരണം ഇതേ സന്ധ്യയിലെ തന്നെ ബോത്തേദഹാശോ വ്യക്തമാക്കി തരുന്നു. ഇനി ചിന്തിക്കുക, ദൈവം എന്തിന് കഷ്ടപ്പാട് സ്വീകരിച്ചു? കഷ്ടത എന്ന മാർഗമല്ലാതെ മറ്റൊരു മാർഗം അവന് സ്വീകരിക്കാമായിരുന്നുവോ? ഉത്തരം നൽകേണ്ടത് നമ്മൾ തന്നെ. ആ ഉത്തരം എന്താണ്? റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങളിൽ അവനോടുകൂടി കഷ്ടപ്പെട്ട് അവനോടുകൂടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് റോമാലേഖനം 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നു. അതിനെയാണ് സ്നാനം എന്ന് നമ്മൾ വിളിക്കുന്നത്. യഥാർത്ഥ സ്നാനം അതാണ്. കർത്താവിൻ്റെ കഷ്ടപ്പാടിൽ പങ്കാളികളായി അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുക എന്ന്. അതിൻ്റെ പൂർണ്ണതയായിട്ട് പൗലോസ്ലീഹ പറയുന്നു, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യ ബലമായി ക്രിസ്തു ഉയർത്തതുപോലെ നാമും ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ മഹത്വം തിരിച്ചറിയണമെങ്കിൽ കഷ്ടതയാകുന്ന ഈ രാഗത്തെ സ്വീകരിച്ച് ജീവിതം കൊണ്ട് പാട്ടുകൾ പാടണം. പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെ തിരിച്ചറിയണമെങ്കിൽ കഷ്ടതയാകുന്ന വയലിൽ നിന്ന് കൊയ്തെടുക്കുന്ന കറ്റ ഒരിക്കലും നിന്നുപോകാതെ ഇരിക്കണം. അങ്ങനെ കഷ്ടപ്പാടിനെ രക്ഷാകരവും ജീവൻ നൽകുന്നതുമായ കഷ്ടപ്പാടായി കാണുവാൻ നമുക്ക് സാധിക്കണം.